ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി മല്ലു. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത് അറിയാം, ഓഫ് കോഴ്സ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഈ ഒരു സമയത്തിൽ കുറേ അധികം കാര്യങ്ങളോടെ കടന്നുകൊണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാൾ വീഡിയോ ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയോ വന്നിരിക്കുന്നത് നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലും കണ്ട പോലെ ആ ഒരു കാര്യത്തിന് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ്. അതെ, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന അസുഖം എന്തുകൊണ്ടാണ് ഒരു അവയർനെസ് ആയിട്ടോ ഇല്ലെങ്കിൽ ക്യാൻസർ, എയ്ഡ്സ്, കിഡ്നി രോഗങ്ങൾ പോലെ ഒരു ഗവൺമെൻറ് സ്കീമിലേക്ക് കൊണ്ടുവന്ന് എന്തുകൊണ്ട് ആ ഒരു അസുഖത്തിൻ്റെ ചെലവ് കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അതേപോലെ തന്നെ എന്തുകൊണ്ട് ഗവൺമെൻറ് ഇതിനൊരു പൊതു താല്പര്യപ്രകാരം എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു ക്രേസി മല്ലു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ആദ്യം തന്നെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ ആ ഒരു വീഡിയോ ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റും എന്താണ് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ള അസുഖം. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതൊരു വാദമാണ്, വാദത്തിൽപ്പെട്ടൊരു അസുഖമാണ് ഈ പറയുന്ന റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഈ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാവുന്ന ഡേ ടു ഡേ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവ്മെൻറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന സംഭവം നമുക്ക് നോർമൽ ആയിട്ടുള്ളൊരു ആൾക്കാരിനെ പോലെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓരോ ദിവസം ഓരോ സങ്കീർണമായിരിക്കും നമുക്ക് ഫേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ നമ്മളൊരു ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള വേദനകളും അതേപോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലായിരിക്കും നമ്മൾ എണീക്കുക. അവിടെ നിന്നായിരിക്കും നമ്മുടെ ഡേ തുടങ്ങുക. അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രതിസന്ധികൾ നിറഞ്ഞൊരു അവസ്ഥയാണ് ഈ പറയുന്ന റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതായത് നമുക്കൊരു ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒരു നോർമൽ ആളെ പോലെ അല്ല, അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ല. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പലതരത്തിലുള്ള വേദനകൾ, രാവിലെ എണീക്കുമ്പോൾ പോലും നമ്മൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ പോലും ഉണ്ട്. അപ്പോൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ബോഡിയിലുള്ള എല്ലാവരുടെയും വേദനകളും അതേപോലെ നീർക്കെട്ടും ചില കേസുകളിൽ ഹൈ ഫീവറും വരാവുന്ന ഒരു അസുഖമാണ് ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഇപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം കോമൺ ആയിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പോലും അവിടെ ഞാൻ കാണുന്നത് ചിലപ്പോൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കും, ഇല്ലെങ്കിൽ ഒരു ദിവസത്തെ പേഷ്യൻസ് മാത്രമായിരിക്കും. ആ ഒരു ദിവസം പോലും 100ഉം 200ഉം കണക്കിനുള്ള പേഷ്യൻസ് ആയിരിക്കും ആ ഒരു ഒ പിയിൽ കാണിക്കാനുണ്ടാവുക. അതേപോലെ എല്ലാ ഒ പി ഡേയ്സിലും അതേപോലെ വേറെ വേറെ ഹോസ്പിറ്റലുകളിൽ ഇതേപോലെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കാണിക്കാൻ വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണവും എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഈ പറയുന്ന ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഇപ്പോൾ കോമൺ ആയിട്ട് വന്നിട്ടുണ്ടാവാം. ഇപ്പോൾ കോമൺ ആയിട്ട് വന്നിട്ടുണ്ടാവുന്നതല്ല, ഉണ്ടാവാം, ഓക്കെ. പക്ഷെ അതിനെക്കുറിച്ചൊരു പ്രോപ്പർ അവയർനെസ്സോ ഇല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളോ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എടുക്കുന്നില്ല. കാരണം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ്. അതിപ്പോൾ നമുക്ക് ഒരാഴ്ച മരുന്ന് കഴിച്ചു, 1 മാസം മരുന്ന് കഴിച്ചു, 1 വർഷം മരുന്ന് കഴിച്ചു പറഞ്ഞിട്ട് അതൊരിക്കലും മാറാൻ പോകാത്തൊരു അസുഖം തന്നെയാണ് ഈ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അപ്പോൾ ഇതിൻ്റെ മെഡിസിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു തുകയാണ് ഈ മെഡിസിൻ്റെ എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്. കാരണം ചെറിയ ചെറിയ മെഡിസിൻസ് അല്ല പൊതുവെ അതിൽ തരാറുള്ളത്, എല്ലാം വലിയ വലിയ രീതിയിലുള്ള മെഡിസിൻസാണ് അതിൽ ഉള്ളത്. ടാബ്ലറ്റ്സിന് പുറമെ പലതരത്തിലുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്, എല്ലാം സ്റ്റിറോയിഡ് ടൈപ്സ് ഇഞ്ചെക്ഷൻസ് ആണ്. കാരണം ഓരോ അസുഖം കൂടുന്തോറും ഇല്ലെങ്കിൽ ഓരോ അസുഖത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ച് നമുക്ക് പല തരത്തിലുള്ള ഇഞ്ചെക്ഷൻസ് ആണ് ഡോക്ടർമാർ പൊതുവെ എടുക്കാൻ പറയാറ്. ഇപ്പോൾ വീക്കിലി ഉണ്ടാവാം, മന്ത്ലി ഉണ്ടാവാം, അങ്ങനെ പലതരത്തിൽ 6 months ഒരിക്കൽ, അങ്ങനെ പലതരത്തിലുള്ള ഇഞ്ചെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ഇഞ്ചെക്ഷൻ്റെ എമൗണ്ടും അതേപോലെ മെഡിസിൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അത് ഏറ്റവും വലിയൊരു എമൗണ്ട് ആയിട്ട് തന്നെയാണ് ഉള്ളത്. യാതൊരു തരത്തിലുള്ള ഒരു ആർത്രൈറ്റിസിൻ്റെ അവയർനെസ്സോ ഇല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഗവൺമെൻറ് സൈഡ് സ്കീമോ നിലവിലില്ല. അതായത് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തിൽ എന്താ പറയുക, നോർമലി ക്യാൻസർ, എയ്ഡ്സ്, കിഡ്നി രോഗങ്ങൾ പോലെയുള്ള ഒരു സ്കീമോ അല്ലെങ്കിൽ മെഡിസിൻ സൈഡ് സബ്സിഡി കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് ഏറ്റവും വലിയ വിഷമിക്കുന്ന കാര്യം. ഇനി നമുക്ക് ഗവൺമെൻറ് തരുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗവൺമെൻറ് തരുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട ഒരു കാര്യം, BPL റേഷൻ കാർഡ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ
ഈ പറയുന്ന ടെസ്റ്റുകൾക്ക് ആയിക്കോട്ടെ, എക്സ്റേസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നമുക്ക് ബില്ല് എമൗണ്ട് അധികം വരില്ല, അല്ലെങ്കിൽ സീറോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാവുന്ന ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഇതെല്ലാം ബാധകമാണ്. നമുക്ക് വലിയൊരു എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരില്ല. അത് ഈവൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ മാത്രം. ഞാൻ പ്രൈവറ്റിനെ കുറിച്ച് ഞാൻ ഒന്നുമേ പറയുന്നില്ല, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ കുറിച്ച് മാത്രമേ പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറൊന്നുമല്ല, ഡിസേബിലിറ്റി കാർഡ്. അതായത് UDID കാർഡ് ഇപ്പോൾ വന്നാണ്, ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഓർ ഡിസേബിലിറ്റി കാർഡ്. ഇതാണ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഏറ്റവും ആനുകൂല്യങ്ങൾ തരുന്ന, ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു കാര്യം. ഈ പറയുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ UDID കാർഡോ നിർബന്ധമായിട്ട് വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ UDID കാർഡ് ഉണ്ടായിക്കോട്ടെ, നമ്മൾക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. ഒന്ന്, നമുക്ക് പെൻഷൻ സ്കീം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. നമുക്ക് പെൻഷൻ ഈ പറയുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ. 2, ബസ് പാസ്. അത് പ്രൈവറ്റ് ആയിക്കോട്ടെ, KSRTC ആയിക്കോട്ടെ. പക്ഷേ KSRTCയിൽ ഇപ്പോൾ പലതരത്തിലുള്ള നിബന്ധനകൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. കാരണം KSRTC ബസ്സിൽ ഇപ്പോൾ പലതരത്തിലുള്ള നിയമങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രൈവറ്റ് ബസ് ആയിക്കോട്ടെ, നമുക്ക് നല്ല രീതിയിലൊരു ആനുകൂല്യങ്ങൾ തന്നെ കിട്ടും. പക്ഷെ അതും നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ഓരോരുത്തർ വ്യക്തികളനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ. പിന്നെ ഇതിനെല്ലാം പുറമെ നമുക്ക് ട്രെയിൻ പാസ് കിട്ടും. പക്ഷേ ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഡിസബിലിറ്റി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ UDID കാർഡ്. ഇത് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമുക്ക് ഈ പ്രധാനമന്ത്രി തരുന്ന 5 ലക്ഷം വരെയുള്ള ഒരു ഇൻഷുറൻസ് കാർഡ് ഉണ്ട്. അത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് തരുന്ന ഒരു ആനുകൂല്യമായിട്ട് തന്നെ പറയണം ഈ ഒരു കാര്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ബാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതൊരു ലൈഫ് ലോങ് ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ പലതരത്തിലുള്ള സൈഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ ഫേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓഫ് കോഴ്സ് കുറേ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പിമ്പിൾസ് നിങ്ങൾ കാണുന്ന പോലെയല്ല, നല്ല പെയിൻഫുള്ളാണ്. ചെറിയൊരു കാര്യമല്ല, അത് നല്ല പെയിൻഫുൾ ആയിട്ടുള്ളൊരു പിമ്പിളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിറോയിഡ്സിനും മെഡിസിനും ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതുകൊണ്ട് വരുന്നൊരു സൈഡ് എഫക്റ്റ് ആണ്. ഇത് ഒരു സൈഡ് എഫക്റ്റ്. ഇതേപോലെ പലതരത്തിലുള്ളൊരു സൈഡ് എഫക്റ്റ് വരും. അതിൽ മറ്റൊരു ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് ആണ് ഈ പറയുന്ന ഓരോ ജോയിൻസിലും ബാധിക്കുന്ന പ്രശ്നങ്ങൾ. ഓരോ ജോയിൻസിൽ ഓരോ പ്രശ്നങ്ങൾ ബാധിക്കുമ്പോൾ ആ ജോയിൻറ്റ് ഫുള്ളി റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. ഈ ഫുള്ളി റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ഓരോ ജോയിൻറ്റിൻ്റെ ഭാഗം അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത്. അത് ഈവൺ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതിന് ലക്ഷക്കണക്കിനാണ്. അതേ മറിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ അതിന് ഈ ഒരു കാർഡ്, പ്രധാനമന്ത്രിൻ്റെ ഈ ഒരു ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ അധികം എമൗണ്ട് ഒന്നും ആവില്ല. പക്ഷേ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതിന് കുറച്ച് ടൈം ലിമിറ്റേഷൻസ് ഉണ്ടാവും. ടൈം ലിമിറ്റേഷൻസ് എന്ന് ഞാൻ പറയണത്, ഇപ്പോൾ ഒരു സർജറിക്ക് നമ്മളൊരു അസൈൻ ചെയ്യുകയാണെങ്കിൽ മേ ബി ഇന്ന് ഏപ്രിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡേറ്റ് ഇൻ ഫ്യൂച്ചറിൽ കിട്ടാൻ പോണത് മേ ബി ഒരു ജൂൺ, ജൂലൈ ഇല്ലെങ്കിൽ ഓഗസ്റ്റ്. ആ ഒരു കാലതാമസം എന്തായാലും എടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട്. ആ ബെനിഫിറ്റിനോടൊപ്പം തന്നെ ഒരു നെഗറ്റിവിറ്റിയും കൂടെയാണ്. പക്ഷെ അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. കാരണം നമുക്കൊരു പുറത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് പല ലക്ഷങ്ങളിൽ പോകേണ്ട ഒരു കേസ് നമുക്കിവിടെ ആ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അത് ചെറിയൊരു എമൗണ്ടിന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു ആർത്രൈറ്റിസ് പേഷ്യൻറ്റിന് ഏറ്റവും കോമൺ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻസ്. ആ മെഡിസിൻ എന്ന് പറയുന്ന സംഭവം വലിയൊരു ഘടകമാണ്. ഒരു ദിവസം 6-7 ഗുളികകൾ ഇല്ലെങ്കിൽ 8-10 ഗുളികകൾ കഴിക്കുന്ന പേഷ്യൻസ് വരെ ഉണ്ട്. ഇപ്പം ഞാൻ പോലും ഡെയിലി എത്ര മെഡിസിൻസ് ഞാൻ പറയുന്നില്ല, ഇഷ്ടം പോലെ മെഡിസിൻസ് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ പറയുന്ന എല്ലാ മെഡിസിൻസും ഫ്രീ ഓഫ് കോസ്റ്റ് ആക്കുക. ഫ്രീ ഓഫ് കോസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം സബ്സിഡി നമുക്ക് അത്യാവശ്യം സബ്സിഡി എന്നുള്ള കാര്യമെങ്കിലും അങ്ങനെ ഒരു സ്കീമെങ്കിലും കൊണ്ടുവരിക. അതേപോലെ തന്നെ ഈ ടാബ്ലറ്റ്സിന് പുറമെ വരുന്ന ഇഞ്ചക്ഷൻസ്, അതായത് ഭീമമായ ഇഞ്ചക്ഷൻ്റെ തുകകൾ അത് മാക്സിമം സബ്സിഡി ആയിട്ട് കുറച്ച് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക. ആസ് എ മിഡിൽ ക്ലാസ് ബോയ് ഇതാണ് ഏറ്റവും വലിയ ബേർഡൻ ആയിട്ട് തലയിൽ വരുന്ന കാര്യം. കാരണം ഇഞ്ചക്ഷൻസ് ആയിക്കോട്ടെ, മെഡിസിൻസ് ആയിക്കോട്ടെ, ഇതൊരു എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ പറയുന്ന ആർത്രൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഞാൻ ഈ ഒരു കാര്യമാണ് ഏറ്റവും മുന്നിൽ വെക്കുന്ന ഒരു ആവശ്യമായിട്ട് ഞാൻ പറയുന്നത്.
കാരണം ഇതുണ്ടെങ്കിൽ തന്നെ പകുതി ആശ്വാസമാണ്. കാരണം പലതരത്തിലുള്ള മെഡിസിൻസ് ആയിക്കോട്ടെ, അതേപോലെ പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ് ആയിക്കോട്ടെ, ഈ പറയുന്ന ആർത്രൈറ്റിസ് പേഷ്യൻസിന് കുറച്ച് കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം അത് അനുഭവിക്കുന്നവർക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതേ മറിച്ച് നിങ്ങൾ പ്രൈവറ്റിൽ ഒരു ട്രീറ്റ്മെന്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊന്നും മാറ്ററേ ആയിരിക്കില്ല. പക്ഷെ ആസ് എ മിഡിൽ ക്ലാസ് അതൊരു വലിയൊരു മാറ്റർ തന്നെയാണ്. ഈ പറയുന്ന മെഡിസിൻസ് ആയിക്കോട്ടെ, ഇഞ്ചക്ഷൻസ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ അവൈലബിലിറ്റി കൊണ്ടുവരാൻ നോക്കുക. പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ അവിടെ ഹോസ്പിറ്റലിലുള്ള മെഡിസിൻ കൗണ്ടറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു മെഡിസിൻസ് ഉണ്ടാവില്ല. മേ ബി നമുക്ക് കിട്ടാറുള്ള മെഡിസിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് മെഡിസിൻ ആണ്. കാരണം നമ്മൾ ഈ ഓഫ് കോഴ്സ് ഈ മെഡിസിൻസ് ഇത്രയും ലൈഫ് ലോങ് എടുക്കുമ്പോൾ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉറപ്പായി വരും. എനിക്കുണ്ട്, അത് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ ഒരു മെഡിസിൻ ആയിരിക്കും നമുക്ക് മെജോറിറ്റി ആ ഒരു മെഡിസിൻ കൗണ്ടറിൽ പോയാൽ നമുക്ക് കിട്ടാറുള്ളത്. അതിന് പുറമേ നമുക്ക് ഇഷ്ടം പോലെ എക്സ്പെൻസീവ് മെഡിസിൻസ് ഉണ്ടാവും. ഒരു കാര്യം ഞാൻ എന്താ പറയാൻ വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർത്രൈറ്റിസ് പേഷ്യൻസ് ഇപ്പോൾ നമ്മൾ റൊമാറ്റിക് ക്ലിനിക് എന്ന് പറയുന്ന ഒരു ഒ പി മാത്രമായിരിക്കാം മേ ബി നമ്മളെ തുടക്കത്തിൽ കാണിക്കുക. പിന്നീട് അത് സർജറിൻ്റെ കേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോ ഒ പിയും കൂടെ കാണിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അവിടെ നമ്മൾ ഓഫ് കോഴ്സ് 2 ട്രീറ്റ്മെൻറ്റായി 2 മെഡിസിൻസ് ആയി. അപ്പോൾ ഒന്ന് വന്നിട്ട് റൊമാറ്റിക് മെഡിസിൻസ് നമ്മൾ കഴിക്കണം, അതായത് ആർത്രൈറ്റിസിൻ്റെ മെഡിസിനും കഴിക്കണം. അതേപോലെ അടുത്തത് നമ്മൾ ഈ പറയുന്ന ഓർത്തോ സർജറി, ഈ എല്ല് സംബന്ധമായ റീപ്ലേസ്മെൻറ്റ് സർജറി സംബന്ധമായിട്ടുള്ള മെഡിസിൻസും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഈ ആർത്രൈറ്റിസിൻ്റെ മെഡിസിൻസ് പോലും നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഓർത്തോൻ്റെ മെഡിസിൻസ് നമ്മൾ അഫോർഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഓർത്തോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അഫോർഡ് ചെയ്യും? അപ്പം ഇങ്ങനെയുള്ള പല നമ്മൾ എന്താ പറയുക, പല സിറ്റുവേഷനിൽ കൂടെ നമ്മൾ ഫേസ് ചെയ്ത് പോകാറുണ്ട്. കാരണം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അറൗണ്ട് ഒരു 25 ഇയേഴ്സായി എനിക്ക് ഈ ഒരു അസുഖം വന്ന് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓർമ്മ വെച്ചിട്ട് ഇതിൻ്റെ സ്ട്രഗിൾസ് തന്നെ ഞാൻ കുറേ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മെഡിസിൻസിൻ്റെ ലഭ്യതയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതേപോലെ ഹോസ്പിറ്റലിൽ തന്നെ മെഡിസിൻ കൗണ്ടറിൽ അവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആ മെഡിസിൻ കൗണ്ടറിൽ ഈ ആർത്രൈറ്റീസിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓർത്തോ സംബന്ധമായിട്ടുള്ള മെഡിസിൻസ് ആയിക്കോട്ടെ, മെഡിസിൻസ് എല്ലാം അവൈലബിലിറ്റി അവിടെ കൊണ്ടുവരണം എന്നാണ് രണ്ടാമത്തെ എൻ്റെ ആവശ്യം. എൻ്റെ ആവശ്യമല്ല, രണ്ടാമത്തെ ആർത്രൈറ്റിസ് പേഷ്യൻസിൻ്റെ ആവശ്യം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് മേ ബി ഹെൽപ്ഫുൾ ആയിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് അറിഞ്ഞൊരു കാര്യമായിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രധാനമന്ത്രി ജൻ ഔഷധി എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, ജൻ ഔഷധി എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റോർ. അവിടെ ജനറിക് മെഡിസിൻസ് എല്ലാം 90%, അതായത് 55 മുതൽ 90% വില കുറവിൽ കൊടുക്കുന്നുണ്ട്. ഞാനിത് അറിയുന്നത് ഈ റീസെൻ്റ് ആയിട്ടാണ്. ഓക്കെ, ഈ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പം ഞാൻ ഓഫ് കോഴ്സ് അവിടെ പോയി ഈ മെഡിസിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കി. സത്യം പറഞ്ഞാൽ അവിടെ ആർത്രൈറ്റീസിൻ്റെ മെഡിസിൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞ് ആ മെഡിസിൻസ് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം മെഡിസിൻ കൊണ്ടുവന്ന് ആദ്യം ഞാൻ ഒരാഴ്ചയ്ക്ക് മെഡിസിൻ വാങ്ങിച്ചതിന് ശേഷം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ സംഭവങ്ങൾ ഞാൻ കാണിച്ചു കൊടുത്തു. സാർ ഇത് ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്, ഇത് കുഴപ്പമില്ല, ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വെച്ചു. അതിൽ കുറച്ച് മെഡിസിൻസ് ഒന്നും കുഴപ്പമില്ല, കഴിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് അതേ മറിച്ച് വേറെ കുറച്ച് മെഡിസിൻസ് അത് ആ പ്രോപ്പർ പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ച് പ്രോപ്പർ കമ്പനിയിൽ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ജൻ ഔഷധിയിൽ പല മെഡിസിൻസും പല ജനറിക് മെഡിസിൻസും നമുക്ക് അവൈലബിലിറ്റി ആവാം. പക്ഷേ ഈ സെയിം ബ്രാൻഡ് ആവണമെന്നില്ല, സെയിം കമ്പനി ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ഓഫ് കോഴ്സ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് കുറച്ച് ഒരാഴ്ചയ്ക്കുള്ളതൊക്കെ വാങ്ങിച്ച് അവിടെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറെ അടുത്ത് അപ്രൂവ് വാങ്ങിച്ചതിന് ശേഷം മാത്രം അത് ടേക്ക് ചെയ്യുക, അത് ആ മെഡിസിൻ എടുക്കുക. പക്ഷെ അവിടെ നല്ല രീതിയിൽ ഒരു റേറ്റ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഫീൽ ചെയ്തു. ഇൻ പേഴ്സൺ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ 55 മുതൽ 90% വരെ ഒരു സ്ട്രിപ്പിനായിക്കോട്ടെ നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാൻസർ, എയ്ഡ്സ്, അതേപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ലൈഫ് ത്രെറ്റനിങ് അസുഖങ്ങളായിട്ടാണ് കാണപ്പെടുന്നതും. അതുകൊണ്ട് തന്നെയാണ് അതിൽ പലതരത്തിലുള്ള സ്കീമുകൾ കൊണ്ടുവരുന്നതും പലതരത്തിലുള്ള സബ്സിഡി കൊണ്ടുവരുന്നതും. ഓക്കെ, അതൊരു ലൈഫ് ത്രെറ്റനിങ് അസുഖം ആയതുകൊണ്ട് മാത്രം അങ്ങനെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം. പക്ഷേ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഇതുവരെ ലൈഫ് ത്രെറ്റനിങ് അസുഖമായിട്ട് കണക്കാക്കിയിട്ടില്ല. പക്ഷേ അത് ലൈഫ് ലോങ് ട്രീറ്റ്മെൻ്റ് ആണ്.
ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 1-2 മാസം കൊണ്ടോ 1-2 വർഷം കൊണ്ടോ നമ്മൾ മെഡിസിൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായി മാറുന്ന ഒരു അസുഖമല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ലൈഫ് ത്രെറ്റനിങ് എന്ന് പറയുന്ന കാറ്റഗറീസ് ഓക്കെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ എന്തുകൊണ്ട് ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നോടാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ സർക്കിളിൽ തന്നെ ആർത്രൈറ്റിസ് പേഷ്യൻസ് ഇഷ്ടം പോലെ ഉണ്ടാവും, നമ്മൾ അത് അറിയുന്നുണ്ടാവില്ല എന്ന് മാത്രം. കുറച്ച് പേരെങ്കിലും അനുഭവിക്കുന്ന കുറച്ച് സ്ട്രഗിൾസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞതും അതിൻ്റെ സൊല്യൂഷൻസും നീഡ്ഫുള്ളും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ ഓഫ് കോഴ്സ് ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ, അതേപോലെ നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ എന്ത് കാര്യമുണ്ടെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ഞാനത് തിരുത്താൻ നോക്കാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തിക്കൊണ്ട് കമൻ്റ് ഇടാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, സൈനിങ് ഓഫ് ക്രൈസി മല്ലു.